നമ്മുടെ പ്രൊഡക്റ്റ് ആളുകൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്ക്ക് ആളുകൾ വരണമെങ്കിൽ, ഓർഗാനിക് ആയിട്ട് വരണമെങ്കിൽ, നമ്മൾ ഗൂഗിളിൽ എന്ത് വേണം, സെർച്ചിൽ നമ്മളെ വെബ്സൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലോ ഫസ്റ്റിൽ കയറണം. ഫസ്റ്റിൽ കയറണം എന്നില്ല, ഫസ്റ്റത്തെ പേജിലെങ്കിലും കയറിയാൽ മതി. നമ്മളിപ്പോ ഒരു കാര്യം ഉം. സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിന്റെ ഫസ്റ്റ് സെർച്ച് പേജിലേ നോക്കുള്ളൂ. രണ്ടാമതും മൂന്നാമതും നാലാമത്തൊക്കെ അങ്ങനെ 500 100 ഒക്കെ പേജുകൾ ഉണ്ടാവും. അവിടേക്കൊന്നും നമ്മൾ ആരും പോവാൻ നിൽക്കില്ല. ഫസ്റ്റത്തെ ഒരു ഉം. പേജില് ഉള്ള ഒന്നോ രണ്ടോ മൂന്നോ നാലോ സൈറ്റുകൾ നമ്മൾ കയറി വെക്കും. അതിൽ നമ്മളെ കാര്യങ്ങൾ ഉം. നടക്കുമെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അതെ. ഫസ്റ്റ് പേജില് നമ്മുടെ സ്ക്രോൾ ചെയ്ത ഒരു നാലഞ്ചെണ്ണത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ നമ്മളത് വരണം. അത് വരണമെങ്കിൽ ഈ ആളുകളൊന്നും സെർച്ച് ചെയ്യുന്നത് അവര് നമ്മുടെ ബ്രാൻഡ് അറിഞ്ഞിട്ടോ നമ്മളെ ബ്രാൻഡ് വേണം എന്ന് വെച്ചിട്ടോ ആവില്ല. അവർക്ക് ആവശ്യം അവരെ നീഡ്സ് ആണ്, അവർക്ക് വേണ്ട സർവീസോ പ്രൊഡക്റ്റോ. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് ആണ് അവർ സെർച്ച് ചെയ്യുക, ക്വറീസ് ആണ് സെർച്ച് ചെയ്യുക. അതിന് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. ഈ കീവേഡ്സ് നമ്മുടെ പ്രൊഫൈലിലും അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ സർവീസിൽ ഇതിലൊക്കെ നമ്മൾ മാക്സിമം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, ഈ വേർഡ്സിന് ഏറ്റവും നമ്മളെ പ്രൊഫൈല് സിങ്ക് ആവുകയും നമ്മളത് സെർച്ചിൽ ഫ്രണ്ടിലേക്ക് വരികയും ചെയ്യുള്ളൂ. ഇങ്ങനെ ഉം. നമുക്ക് വേണ്ട എല്ലാ കീവേഡ്സും നമ്മളിതിൽ സെറ്റാക്കി അതുമായി റിലേറ്റ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഒപ്റ്റിമൈസ് ചെയ്ത് ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഉം. ഉം. അതല്ലാത്ത രീതിയിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, വെബ്സൈറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ എന്താ മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യാറുണ്ട്. ഇതൊന്നും പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ പോലും കിട്ടൂല പല ആപ്ലിക്കേഷനും. കാരണം പെയ്ഡ് ചെയ്താൽ പോലും ചെയ്യുള്ളൂ, പ്രൊമോഷൻ ചെയ്യുള്ളൂ. പെയ്ഡ് ചെയ്യാതെ വരണമെങ്കിൽ പിന്നെ അത് എന്ത് ചെയ്യണം, ഓർഗാനിക് ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത ആപ്ലിക്കേഷൻ ആണ്. അതേപോലെ തന്നെയാണ് ഈ വെബ്സൈറ്റും. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഒരു 10 30 രൂപ 25 രൂപ 15 രൂപക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കിട്ടും, നല്ലൊരു വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് സെർച്ച് ചെയ്താൽ ആർക്കും കിട്ടും. പക്ഷെ പേര് നമുക്ക് നമ്മളായിട്ട് റിലേറ്റ് ചെയ്തവർക്ക് മാത്രമല്ല അറിയുള്ളൂ. അതെ. ആളുകൾക്ക് അതെ. അതെ. ആളുകൾ വേണ്ട സർവീസ് അതിൽ സെർച്ച് ചെയ്താല് നമ്മുടെ വെബ്സൈറ്റ് അവിടെ ഫ്രണ്ടിൽ വരണം. ആ രീതിക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റിനെ മാറ്റാൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറായാലേ ഈ വെബ്സൈറ്റ് കൊണ്ട് ഉപകരിക്കുള്ളൂ. ഉം. എന്നാൽ അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും വെബ്സൈറ്റ് ജസ്റ്റ് ഒരു ബ്രാൻഡിങ്ങിന് മാത്രം അല്ലെങ്കിൽ പേരിന് മാത്രമാണല്ലോ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അത് ഈ ഒരു സംഭവം അറിയാഞ്ഞിട്ടാണ്. പക്ഷെ ഇത് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ SEO ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഏകദേശം അതിന് പേയ്മെന്റ് ഒന്നുമില്ല. SEO ചെയ്യാൻ ചിലവൊന്നുമില്ല, നമ്മൾ ചെയ്യുന്ന ആൾക്കുള്ള എക്സ്പെൻസ് ഉണ്ടാവുള്ളൂ. ഈ SEO ചെയ്താൽ തന്നെ ഒരു മിനിമം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 1 ഇയർ സമയമൊക്കെയാണ് ഇതിന് നമ്മൾ പറയാം. അപ്പൊ ഒരു 1 ഇയർ നിരന്തരം ചെയ്തു കഴിഞ്ഞാലാണ് അവരെ മെയിൻ കീവേഡ്, അതുപോലെ തന്നെ അവരെ കോമ്പറ്റേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് അവരെക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെർച്ച് റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ, റാങ്കിങ് നമ്മുടെ വെബ്സൈറ്റിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരാന് ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 6 മാസമെങ്കിലും ടൈം എടുക്കും. ഈ 6 മാസമെങ്കിലും എന്താ SEO ചെയ്യാന് ഫണ്ട് ചെലവാക്കാൻ ഈ ക്ലയന്റ് തയ്യാറാണോ, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യൂല, വെബ്സൈറ്റ് ഈ പറഞ്ഞ SEOയിൽ റാങ്കായി വരില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ ഒട്ടുമിക്ക ആളുകളും എന്ത് ചെയ്യൂല, ഇതിന് തയ്യാറാവില്ല. പക്ഷെ ഇതിന് തയ്യാറായ ആളുകൾ ഉണ്ടാവും, അവരെ സംബന്ധിച്ച് നല്ല റിസൾട്ട് ആകാരം. ഇപ്പൊ നമുക്ക് തന്നെ ഉം. ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ശരിക്കും അതാണ് നമ്മളെ ഈ ഒരു വെബ്സൈറ്റിന്റെ ചെലവ്. നമ്മളിപ്പോ ഒരു സ്ഥാപനം തുടങ്ങി 1 2 3 വർഷം നമ്മള് ഒരു വെയിറ്റ് ചെയ്യല്ലോ ഒരു റിസൾട്ടിനും വേണ്ടിയിട്ട്. ചിലത് പെട്ടെന്ന് അതെ 6 മാസം കൊണ്ട് റിസൾട്ട് കാണും, ചിലത് ഒരു വർഷം കൊണ്ടാവും, അതെ ചിലത് ഒരു മാസം കൊണ്ടാവും, ഇങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ. അതെ ചിലത് അതെ ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞാലും ചിലപ്പോൾ റിസൾട്ട് വിചാരിച്ച മാതിരി കിട്ടൂല. അതെ റൺ ചെയ്യുന്നുണ്ടാവും നഷ്ടമില്ലാതെ. അതെ 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 അപ്പൊ ഈ വെബ്സൈറ്റിനൊക്കെ ശരിക്കും അതാണ് അതിന്റെ ചെലവ് എന്ന് പറയുന്നത്. നമ്മളൊരു അതെ വെബ്സൈറ്റ് ഉണ്ടാക്കിയോണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളത് ഒരു ഇപ്പൊ കാര്യമില്ല. പറഞ്ഞപ്പോ. ഉം. വെബ്സൈറ്റ് ഉണ്ടാക്കുന്നേക്കാളും ചിലപ്പോൾ ചെലവ് കൂടുന്നത് ഒരു 1 ഇയർ ഇപ്പൊ ഇത് ചെയ്യാന്. ഇപ്പൊ ഇതിനൊരു അതെ. എക്സാമ്പിൾ അതെ. ആണ്. ഇപ്പൊ നമുക്ക് ആ, നമ്മുടെ ക്ലയന്റ് ഉണ്ട് കൊണ്ടോട്ടിയിലുള്ള, കൊണ്ടോട്ടി ഭാഗത്താണ് ആളെ വീട്. മത്താന ഫർണിച്ചർ എന്നാണ്. ഞാനിപ്പോ ജസ്റ്റ് ആ. വേണമെങ്കിൽ ഷെയർ ചെയ്ത് കാണിച്ചിട്ട്. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞാല് ആ, ഞാൻ ഞാൻ ഗഡക്സോല് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാർട്ടിങ്ങിൽ വന്ന ഒരാളാണ്. അപ്പൊ അവരോട് ഞാൻ ഇതിനെ കുറിച്ച് കണ്ട്, മൂപ്പര് സൗദി അറേബ്യയിൽ സ്റ്റീൽ മാനുഫാക്ചറിങ്ങിന്റെ കമ്പനി ഉള്ള ആളാണ്. ഉം. സ്റ്റീൽ മാനുഫാക്ചറിങ്ങിന്റെ കമ്പനിയാണ് ഉള്ളത്. അപ്പോ അവര് അവിടെ വന്നപ്പോ അവരോട് മൂപ്പര് കൺസൾട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു, എന്താ, നിങ്ങള് ഒരു വെബ്സൈറ്റ് ഓൾറെഡി ഉണ്ട്, അവിടുന്ന് മുമ്പ് ചെയ്തായിരുന്നു, അതൊന്നും ആക്റ്റീവ് ആവാതെ ഇങ്ങനെ കിടക്കുകയാണ്, അപ്പൊ ഇതിങ്ങനെ ഉഷാറാക്കാനൊക്കെ പറഞ്ഞപ്പോ ഞാൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ ഒരു 7 മാസമെങ്കിലും മിനിമം നിങ്ങൾ കാത്തിക്കാൻ തയ്യാറാണോ. ഒരു 6 മാസമെങ്കിലും നിങ്ങൾ SEO ചെയ്യുകയാണെങ്കിൽ
യെസ്. സൗദി അറേബ്യയാണ് മൂപ്പര് സ്ഥാപനം. മൂപ്പര് സ്റ്റീൽ മാനുഫാക്ചറിങ് ആണ്. അതുമായി ബന്ധപ്പെട്ട് സ്റ്റീൽ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് സൗദിയിലെ നമ്പർ 1 സൈറ്റ് നിങ്ങൾക്ക് ആക്കി തരാൻ പറ്റും. അത് നമ്മളോട് മൂപ്പരൊക്കെ നമ്മൾ വാക്ക് കൊടുക്കണം. പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഈ കോമ്പറ്റീഷൻ കുറവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താ ഒരു 3 മാസം കൊണ്ട് തന്നെ റിസൾട്ട് വരാം. അത് ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും ഒരു 1 ഇയർ നിങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ മൂപ്പര് സംസാരിച്ചു ഓക്കെ ഇവിടെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഏകദേശം 1.5 വർഷത്തോളമായി. ഈ ഇപ്പോഴും തിങ്കളാഴ്ച കാണിച്ചിട്ട് ഇറങ്ങാറ്റുള്ളൂ. ഇപ്പോഴും മൂപ്പര ബെനിഫിറ്റ് എന്ന് വെച്ചാല് 130-ൽ പരം 130-ൽ പരം കീവേഡ്സ് സൗദി അറേബ്യയിൽ റാങ്ക്ഡ് ആണ് മൂപ്പര വെബ്സൈറ്റ് എന്നുള്ളതാണ്. ഇപ്പോ ലെൻസ് കാർട്ട് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ നമ്മളെ ലെൻസ് കാർട്ട് എന്ന് പറഞ്ഞ കമ്പനി എന്താ കന്നഡന്റെ അവരെ ഒരു മെയിൻ ആഡ് അല്ലെങ്കിൽ ഓരോ ഷോറൂമിന്റെ ഫ്രണ്ടിൽ എല്ലാ ഷോറൂമിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവും എന്താ 5 സ്റ്റാർ റേറ്റഡ് ഗൂഗിൾ റിവ്യൂഡ് കമ്പനി എന്നുള്ള വലിയൊരു സ്റ്റിക്കർ കാണാൻ പറ്റും. ഒരു പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ ഗൂഗിളിൽ 5 സ്റ്റാർ ഉള്ള എന്താ കന്നഡന്റെ ഷോപ്പ് എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യണം, നമ്മളതുപോലെ റേറ്റിംഗ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ഗൂഗിൾ റിവ്യൂസ് കൂട്ടണം. റിവ്യൂസ് കൂട്ടാം, 5 സ്റ്റാർ റിവ്യൂസ് കൂട്ടാം. അപ്പൊ ആ ലിങ്ക് എടുക്കുക. ആ ലിങ്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാ, ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുടുംബത്തിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ലിങ്ക് അയച്ചു കൊടുക്കുക. അത് അവരോട് എന്ത് ചെയ്യുക, നല്ലൊരു കമന്റും 5 സ്റ്റാർ റേറ്റിംഗും തരാൻ വേണ്ടി പറയാം. അതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് പിന്നെ വന്നോളൂ. അപ്പൊ ഇങ്ങനെ ഓരോ പിന്നെ അതുപോലെ നമ്മൾ ഏതൊരു ക്ലയന്റ് നമുക്ക് വന്നാലും ആ ക്ലയന്റിനെ കൊണ്ട് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നമ്മള് എന്താ നിർബന്ധമായിട്ടും ആ ക്ലയന്റിനെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കണം. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അല്ലെങ്കിൽ സർവീസ് നമ്മളെ നിന്ന് സ്വീകരിച്ച ഒരാളാണെങ്കിലും അവർ പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞ ശേഷം അവർക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ, ഹാപ്പി ആണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുക. അപ്പൊ കോമൺ ആയിട്ട് അവർ ഓക്കെ കയറും. എന്നിട്ട് അവർക്ക് ഈ ലിങ്ക് കൂടെ അയച്ചിട്ട് നിങ്ങളൊരു റിവ്യൂ ഒന്ന് തരണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആ റിവ്യൂ കൂടെ അയച്ചു കൊടുത്താൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഓല് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ അയച്ചു റിവ്യൂ കൊടുത്ത പോലെ അവർ വാങ്ങിയ പ്രൊഡക്റ്റോ സർവീസിനെ കുറിച്ച് ഒരു ഹാപ്പി ആയിട്ടുള്ള റിവ്യൂ കൂടെ ചെയ്തു. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓരോ ക്ലയന്റിനെ കൊണ്ട് അങ്ങനെ എഴുതിപ്പിക്കുക, അങ്ങനെ ചെയ്യിപ്പിക്കുക. അത് നമ്മളെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിവ്യൂസും കാര്യങ്ങളും കിട്ടും. ഇപ്പൊ നമ്മളെ ഗഡക്സോന്റെ കേസ് ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ക്ലയന്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അവർക്ക് പേഴ്സണലി ബില്ലിങ്ങിന്റെ സെക്ഷനിൽ അവരെ കോണ്ടാക്ട് ചെയ്യും. കോണ്ടാക്ട് ചെയ്തിട്ട് ഇവരോട് റിവ്യൂ ചോദിക്കും. പക്ഷെ 328 ഗൂഗിൾ റിവ്യൂ ഉണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. ഈ റിവ്യൂസ് തന്നെ ഓരോരുത്തരെ കൊണ്ട് നമ്മൾ ഓരോ ക്ലയന്റ് വന്നാലും അല്ലെങ്കിൽ ഓരോരുത്തരെ കൊണ്ടും എന്ത് ചെയ്യും, നമ്മള് റിവ്യൂസ് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കും. ഒരു സർവീസോ എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബില്ലിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരോട് അക്കൗണ്ട്സിന്റെ സെക്ഷനിൽ സംസാരിക്കുമ്പോൾ ഈ ലിങ്കും കൂടെ അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട് റിവ്യൂ കൂടെ ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ടാണ് നമുക്ക് ഏകദേശം എന്തുണ്ട്, 328 റിവ്യൂ ഉണ്ട്. അപ്പൊ ഇത്ര റിവ്യൂസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, ഇങ്ങനെ എത്ര റിവ്യൂ ഉണ്ടോ അപ്പൊ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് വരും ഗൂഗിൾ മൈ ബിസിനസ്. ഓൾറെഡി നമ്മൾ കീവേഡും കാര്യമൊക്കെ കൊടുത്താലും ഈ റിവ്യൂ കൂടെ അതിന്റെ ഒരു ഭാഗമാണ്. റിവ്യൂ കൊടുക്കുക, അതുപോലെ ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുക. അതുപോലെ ആളുകൾക്ക് വേണ്ട ഈ ക്വസ്റ്റ്യൻ ആൻസർ കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ ഇതിന്റെ ഭാഗമാണ്. ഇതിനൊന്നും നമുക്ക് പേയ്മെന്റോ കാര്യങ്ങളൊന്നും, ഇതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അതുപോലെ ഇതിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കംപ്ലീറ്റ് കൊടുക്കുക. അതുപോലെ നമ്മൾ അപ്ഡേറ്റ്സ്, ഇതാണ് അവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും. ഇവിടെ കാൾ ബട്ടൺ, വെബ്സൈറ്റ് ലിങ്ക് ഒക്കെ കൊടുക്കാൻ പറ്റും. നമ്മൾ ഓരോ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്ത വർക്കിന്റെ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോ അപ്ഡേറ്റ്സുകൾ നമ്മൾ കൊടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഇതിൽ കൊടുക്കുന്ന ഇമേജസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഗൂഗിളിൽ കിടക്കും. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന ഇമേജസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഈ ഗൂഗിൾ സെർച്ചിൽ കണ്ടാവും. ഇതിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ളതുണ്ട്, ഗൂഗിളിൽ നിന്നുള്ളതുണ്ടാവും, മറ്റുള്ള പലതിൽ നിന്നും വന്ന് ഒരുമിച്ച് വരുന്ന ഒക്കെ ഇതിൽ കാണിക്കും. ഈ രീതിക്ക് നമ്മളെ ബിസിനസ്സുമായി ഒരാളിപ്പോ നമ്മുടെ ബിസിനസ്സിനെ അറിഞ്ഞു, ഒരു വേറൊരു കമ്പനി നമ്മള് ബിസിനസിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് അറിഞ്ഞു വരുന്ന ഒരാള് ഗൂഗിളിൽ നമ്മുടെ ബിസിനസിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം, നമ്മളെ ബിസിനസ്സിന്റെ ഒരുപാട് കണ്ടന്റുകൾ ഇതിൽ കാണണം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഭയങ്കര ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഏത് ബിസിനസിന്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ്. അപ്പൊ ട്രസ്റ്റ് ഉണ്ടാക്കാൻ ഇപ്പൊ
ഈ രീതിയിൽ ഒരു കമ്പനിയെ കുറിച്ച് അടിച്ചു കഴിഞ്ഞാൽ അവരെ ഇഷ്ടം പോലെ ഫോട്ടോസും അവരെ സർവീസ്, അവിടുത്തെ ആക്ടിവിറ്റീസ്, അവിടുത്തെ സെയിൽസിനെ കുറിച്ചുള്ളൂ, അവിടുത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന ആളെന്ത് മനസ്സിലാക്കും? ഇവര് തിരക്കിട് കേട്ടോ, ഇവര് വൻ ടീമാണ്, ഇവരെ നമ്മളെ കുറിച്ചുള്ള ധാരണ തന്നെ മൊത്തം ആളുകൾക്ക് മാറും. ആ രീതിക്ക് എന്ത് ചെയ്യുക, നമ്മള് ഗൂഗിൾ മൈ ബിസിനസ്സും മറ്റും നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഇതേപോലെ ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ. അപ്പൊ ഇന്നലെ ഇപ്പൊ എല്ലാവരും നമ്മളത് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും? ഗൂഗിൾ മൈ ബിസിനസ് ചെയ്ത് ജലീലിക്കാന്റെ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നോ? ഓക്കെ അല്ലേ ജലീൽ ഭായി? ആ ആ ആ ഗൂഗിൾ മൈ ബിസിനസിന്റെ അവസ്ഥ എന്താ നോക്കിയോ ഇന്നലെ? നോക്കുമ്പോ ഇന്നലെ നോക്കാൻ പറ്റില്ല. നോക്കണം. ഓക്കെ. ഷാവുൽക്ക എന്തായി, നോക്കിയിരുന്നോ? ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് ഇന്നലത്തെ ഒരു അരമണിക്കൂർ ക്ലാസ് മിസ്സായിന് ആ സ്റ്റാർട്ടിങ്. ആ അത് ഞാൻ ഇന്നലെ റെക്കോർഡിങ് ചോദിച്ചു. അപ്പൊ പിന്നെ ഓക്കെ. ലബീബ ഒക്കെ ചെയ്തിരുന്നോ? ഇല്ല, ചെക്ക് ചെയ്തിട്ടില്ല, നോക്കണം. എന്താ ചൂടോടും കൂടെ ചെക്ക് ചെയ്താലേ അതൊക്കെ ഇത് നിൽക്കുള്ളൂ. ആ ഇതൊക്കെ അതെ, പിന്നൊക്കെ ഇങ്ങനെ നമുക്ക് അധികം ബാധ്യതയായി വരിക. കാരണം നമ്മൾ പിന്നെ നോക്കാൻ വിചാരിച്ച് പോകും. അതാണ് പ്രശ്നം. സത്യാ. പിന്നെ പിന്നേക്ക് വെച്ച് ഒന്നും കഴിഞ്ഞാലേ കഴിയില്ല. പിന്നെ ഒരിക്കലും നോക്കൂല. ഞാൻ അതാണ് പിന്നെയും നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നെ ചെയ്യിപ്പിക്കാൻ നോക്കണ്ടേ. ഇപ്പൊ നിങ്ങൾ ചെയ്താ ചെയ്തു, പിന്നെ എല്ലാരും ഓരോ തിരക്കുള്ള ആൾക്കാരെ ചെയ്യാൻ സാധ്യത കുറവാ. നമ്മൾ ഇത് ഇന്നുള്ള പിന്നെ ചെയ്യാന്ന് വെച്ചാൽ നാളത്തും അതേ മൈൻഡ് സെറ്റ് ആക്കണം. സ്വാഭാവികത ഇതൊക്കെ കൂടെ ലോഡ് ആകുമ്പോൾ ഒരിക്കലും കഴിയൂല. ഒരു കറക്റ്റ് ആണ്. ദിവസത്തെ ഒരു അരമണിക്കൂറിന്റെ മെയിൻ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അതൊന്ന് ഗ്രാബ് ചെയ്ത സെറ്റായി. ഇനി അടുത്തൊരു സംഭവം ഞാൻ എന്താ പിന്നെ വെച്ചാ, ഫുൾ ഫ്രീ ആയതുകൊണ്ട് എല്ലാം ചെയ്തു. ഇതാരാള്? ആ ഇത് ഞാൻ അൻവർ. ആ ശരി. നിങ്ങള് ഇപ്പൊ വീട്ടിൽ തന്നെ റെസ്റ്റിലാ? ആ അപ്പൊ നമ്മള് ആ വീഡിയോസ് ഇനിയിപ്പോ മറന്നാൽ തന്നെ ഫ്രീ ഉള്ള സമയത്ത് ട്രാവലിംഗിൽ എപ്പോഴെങ്കിലും ആ വീഡിയോസ് കാണാ. അതിലെ മെയിൻ കാര്യം എന്ത് ചെയ്യാന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നിപ്പോ നമ്മള് പറയാൻ പോകുന്നത് എന്താ അറിയാമോ? ആ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു സംഭവത്തിന്റെ ബാക്കിയാണ്. അപ്പൊ അതായത് ഇനിയിപ്പോ നമുക്ക് എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യും, ഈ കീവേഡ്സ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര പ്രധാനമാണ്. ആ കീവേഡ്സ് എന്നുള്ള സംഭവം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മളെ ബിസിനസ്സോ സർവീസോ ബ്രാൻഡോ ഇതിനെ റിലേറ്റ് ചെയ്ത് ആളുകൾ എന്ത് സെർച്ച് ചെയ്യുന്നോ ആ ആളുകൾ സെർച്ച് ചെയ്യുന്ന വേർഡ്സ് ഉണ്ടല്ലോ, അതാണ് ഉം. കീവേഡ്സ് അല്ലെങ്കിൽ കൊറീസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ കീവേഡ്സ് നമുക്ക് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. നമ്മളെ ബിസിനസിന്റെ കീവേഡ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കീവേഡ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്യൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോ അതിന് ഒരുപാട് ടൂൾസ് ഉണ്ട്. ഗൂഗിളിന്റെ ഒരു ടൂൾ ഉണ്ട്, അതല്ലാതെ പല കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പൊ ഞാൻ ഗൂഗിളിന്റെ ടൂൾസ് ആണ് ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിന്റെ പേര് ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്നാണ്. അപ്പൊ ഗൂഗിളിന്റെ തന്നെയാണ്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മൾ കീവേഡ് കീവേഡ് റിസർച്ച് പ്ലാനർ എന്നാണ് അതിന്റെ പേര്. ഹലോ, ഹലോ. കീവേഡ് റിസർച്ച് പ്ലാനർ, ഇതാണ് ആ വെബ്സൈറ്റ്. കണ്ടോ? ഈ കീവേഡ് പ്ലാനർ, കീവേഡ് റിസർച്ച് പ്ലാനർ എന്നുള്ളതിലേക്ക് കയറി കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഗൂഗിൾ ആഡ്സിന്റെ ഉള്ളിലുള്ള ഒരു ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് ഗൂഗിളിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന്റെ ഉള്ളിലുള്ള ഒരു സബ് പാർട്ടാണ് ശരിക്കും ഗൂഗിൾ കീവേഡ് പ്ലാനർ. അപ്പൊ ഞാനത് ഗൂഗിൾ ആഡ്സ് എടുക്കുമ്പോഴാണ് സാധാരണ എടുക്കുന്നത്. ഞാനത് കുറച്ച് മുമ്പ് തന്നെ എടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് എല്ലായിടത്തും എന്ത് ചെയ്യും, ഈ കീവേഡ് ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കി പോകാന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഷെഡ്യൂൾ മാറ്റിയതാണ്. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ വരും. അപ്പൊ നിങ്ങൾക്ക് ഗൂഗിളിൽ ഒന്നും ഉണ്ടാവില്ല, അക്കൗണ്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പൊ അക്കൗണ്ട് കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഗൂഗിൾ ആഡ്സിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാവില്ല, ഗൂഗിളിൽ അക്കൗണ്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യുക, കണക്ട് ഇത് കൊടുക്കുക. അപ്പൊ സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ നിങ്ങളെ നെയിം, ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ നമ്മളെ സെയിം ജിമെയിൽ ഐ ഡി തന്നെ പറ്റുമോ? ആ ജിമെയിൽ ഐ ഡി ഇവിടെ കാണിക്കും. അപ്പൊ അത് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് അടിച്ചുകൊണ്ട് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. എന്റെ ഓൾറെഡി ഇവിടെ 2-3 അക്കൗണ്ട്സ് ഓൾറെഡി ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളതിൽ ഇപ്പൊ എങ്ങനെ കാണിക്കാന്ന് ചോദിച്ചാല്, ഞാൻ ചോദിച്ചോളാം. ഇപ്പൊ ഇപ്പൊ
ഇപ്പൊ ഞാനേ ഇതാണ് ഇപ്പൊ ഇതിന്റെ ലിങ്ക്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇതാ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ഞാൻ വാട്സപ്പ് ഇട്ട് തരാം കേട്ടോ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ജിമെയിലിന്റെ അക്കൗണ്ട് ചോദിക്കും. അപ്പൊ നിലവിലുള്ള നിങ്ങളെ അക്കൗണ്ട് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയൊരു ഫോം വരും. അവിടെ ഇന്ത്യൻ റുപ്പിയാണ് നമ്മളെ പേയ്മെന്റ് സെക്ഷന്റെ ഒരു ഇതാണ്. അപ്പൊ നമ്മളെ ഇന്ത്യ, നമ്മളെ ടൈം കാര്യങ്ങൾ അത് സബ്മിറ്റ് അടിക്കുക. അത് സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന അതൊന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരാം, കൺഗ്രാജുലേഷൻ യു ആർ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലെ വിൻഡോ വരും. ഇവിടെ ഉണ്ടാവും എക്സ്പ്ലോർ കീവേഡ് പ്ലാനർ എന്നുള്ള സംഭവം ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതൊന്നും ഒറ്റ ഇതിൽ കാണില്ല കേട്ടോ. സ്ക്രീൻ കാണില്ല. സ്ക്രീനിൽ ഇപ്പൊ ഏതാ ഷെയർ ചെയ്ത് പറ്റും. ഇപ്പൊ ഇവിടെ സെലക്ട് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് എന്നാണ് നിൽക്കുകയാണ്. ആ ബ്രൗസർ മാറിയിരുന്നു. ഇപ്പൊ കാണുന്നുണ്ടോ? അപ്പൊ ഒരു ഗോട്ടിറ്റ് പറഞ്ഞ ഒരു സാധനം വന്നാണ് അപ്ഡേറ്റ് ടു കീവേഡ് പ്ലാനർ. അതൊന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരാം. അത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഇത് ഗൂഗിൾ ആഡിന്റെ ഒരു സെക്ഷൻ ആട്ടോ. ഈ കീവേഡ് പ്ലാനർ പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാവും ഡിസ്കവർ ന്യൂ കീവേഡ്സ് എന്ന് കാണാൻ പറ്റും. ഡിസ്കവർ ന്യൂ കീവേഡ്, അതുപോലെ ഗെറ്റ് സെർച്ച് വോളിയം ആൻഡ് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ ഡിസ്കവർ ന്യൂ കീവേഡ്സ് എന്ന് അടിക്കുക. ഇവിടെയാണ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഏത് ലൊക്കേഷനിലാണ് നമുക്ക് കീവേഡ് നോക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ എനിക്കിപ്പോ നോക്കേണ്ടത് ഇപ്പോ നമുക്ക് നോക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ കേരളം അല്ലെങ്കിൽ മലപ്പുറം എന്നോ, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളെ ബിസിനസ് എവിടെയാണ്, നിങ്ങൾ എവിടെ ടാർഗറ്റ് ചെയ്യുന്ന ആ ഏരിയ കൊടുക്കുക. അതില്ല ഇവിടെ ഞാൻ മലപ്പുറം എന്ന് കൊടുത്തു. ഇനി അതല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാ, കേരള എന്ന് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, മലപ്പുറം എന്ന് കൊടുത്തു. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ എന്റെ ടാർഗറ്റഡ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ആയതുകൊണ്ട് ഞാൻ മലപ്പുറം എന്ന് കൊടുത്തു. അപ്പൊ നിങ്ങൾ നിങ്ങളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലൊക്കേഷൻ കൊടുക്കുക. ലാംഗ്വേജ് ഇംഗ്ലീഷ് ഉണ്ടാവും. ഇനി നമുക്ക് മറ്റുള്ള മലയാളമോ വേറെ ഏതെങ്കിലും ലാംഗ്വേജോ ആണെങ്കിൽ ഏത് ലാംഗ്വേജിലെ കീവേഡ് ആണെങ്കിൽ അത് കൊടുക്കാം. ഞാൻ ഇംഗ്ലീഷിനെ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ കൊടുക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കീവേഡാ. ഒന്നാമത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ ഓൺലൈൻ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റ്. ഞാൻ ഇപ്പൊ കുറച്ച് കീവേഡ് നമുക്ക് അറിയുന്ന നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ട കുറച്ച് വേർഡ്സ് ഉള്ളു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഫ്രീലാൻസ് മാർക്കറ്റിംഗ്, SEO, SEM, അതുപോലെ ഞാൻ കുറച്ച് കീവേഡ്സ് കൊടുത്തു കേട്ടോ. ഓക്കെ, പിന്നെ എനിക്ക് എന്തെങ്കിലും വെബ്സൈറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ നിന്ന് കീവേഡ് ഫിൽട്ടർ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. അതായത് ഫിൽട്ടർ അൺറിലേറ്റഡ് കീവേഡ്. ഇപ്പൊ നമ്മൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട അല്ലാത്ത കീവേഡ്സ് എടുക്കണമെങ്കിൽ ഇപ്പൊ നമ്മളെ കോമ്പറ്റീറ്റർ ഉണ്ടല്ലോ, അപ്പൊ നമ്മളെ ബിസിനസ്സിന് കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ അവരെ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ വെബ്സൈറ്റിലത്തെ കീവേഡ് കംപ്ലീറ്റ് ആണ്. എന്നിട്ട് ഗെറ്റ് റിസൾട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല് മലപ്പുറം ലൊക്കേഷനിലെ ആളുകള് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇതുമായൊക്കെ ബന്ധപ്പെട്ട ആളുകൾ സെർച്ച് ചെയ്യുന്ന വേർഡ്സ് ആണ് ഈ കാണുന്നത്. കണ്ടോളി, ഒന്ന് ഈ കീവേഡ് മനസ്സിലാക്കി തരാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കീവേഡ് മലപ്പുറത്ത് ഒരു മാസം ആവറേജ് 100 മുതൽ 1000 വരെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഗൂഗിൾ സെർച്ചിൽ മാത്രം ചെയ്യുന്നവരല്ലേ? ഇത് ഗൂഗിളിൽ മാത്രം സെർച്ച് ചെയ്യുന്ന കേട്ടോ. ഗൂഗിളിൽ മാത്രം സെർച്ച് ചെയ്യുന്ന, മറ്റുള്ളപ്പോ ഈ ബിങ്ങിലോ യാഹൂലോ ചെയ്യുന്നവർക്ക് അല്ലല്ല, അതിൽ പോയി ചെയ്യണം. ഇത് ഗൂഗിളിൽ മാത്രമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോകത്ത് തന്നെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ട് സെർച്ച് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ആണ്. യാഹൂവിന്റെ ഇപ്പൊ ഏറെക്കുറെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇപ്പൊ ബിങ് ആണ് ഇപ്പൊ സെക്കൻഡറി ഉള്ളത്. ബിങ്ങും ഇപ്പൊ സെർച്ച് എഞ്ചിനേക്കാളും കൂടുതൽ ഇപ്പൊ ആൾക്കാര് നമ്മളെ
മറ്റേ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച ഇമേജ് ഡിസൈൻ ചെയ്യാൻ AI ബേസ് ചെയ്തിട്ടാണ് പോലാണ് പോകേണ്ടത്. അപ്പൊ നോർമലി സെർച്ച് എഞ്ചിനായിട്ട് ഇപ്പൊ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒന്ന് ഗൂഗിൾ തന്നെയാണ്. അപ്പൊ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനത്താണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് 100 മുതൽ 1000 വരെ ആളുകൾ കാണിക്കുന്നുണ്ട്. 3 മന്തില് അതിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. പിന്നെ എന്താ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ലോ ആണ്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇതേ കീവേഡ് ആളുകൾ ഉപയോഗിക്കുന്നതിന്റെ കോമ്പറ്റീഷൻ ഹൈയും മീഡിയം ലോയും ഉണ്ട്. അപ്പൊ ഇത് ലോ ആണ്. അതുപോലെ ആഡ് ഇംപ്രഷൻ ഷെയർ ഇല്ല. പിന്നെ അതുപോലെ ടോപ്പ് ഓഫ് പേജ് ബിഡ്, ഈ കീവേഡ് പെയ്ഡ് ചെയ്തിട്ട് ഒരു ക്ലിക്കിന് ഇത്ര രൂപ എന്ന് വെച്ചിട്ട് ക്യാമ്പയിൻ ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 24 രൂപയും 16 പൈസ മുതൽ 516 രൂപ വരെ, 516.10 വരെ എന്തുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കീവേഡിന് വേണ്ടിയിട്ട് മലപ്പുറത്ത് ആളുകൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ആഡ് കാണും. അതിന് ഒരു ക്ലിക്കിന് 516 രൂപ വരെ കൊടുത്തിട്ടുണ്ട് ആളുകൾ. അപ്പൊ അതിന്റെ ബിഡിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 516 രൂപ വരെ കൊടുക്കാനുള്ള ബിഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എത്രയും കൊടുക്കട്ടോ. അപ്പൊ അതിൽ 24 രൂപ മുതൽ 516 വരെ ബിഡിങ് റേറ്റ് വന്നിട്ടുണ്ട്. ബിഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ലേലം വിളിക്കാണ്. ലേലം വിളിക്കൂല നമ്മള്. അപ്പൊ ഈ കീവേഡ് നമുക്ക് വേണമെങ്കിൽ അത് ഇത്ര രൂപ വെച്ചിട്ട് നമുക്ക് ബിഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബിഡ് ചെയ്ത ഈ കീവേഡിന് 516 രൂപ വരെ മൂല്യമുണ്ട്. ഓക്കെ. അതേപോലെ ഓൺലൈൻ മാർക്കറ്റിംഗ് 10 മുതൽ 100 വരെ ആളുകളാണ് എന്ത് ചെയ്യല് അതിനൊരു മാസം ആവറേജ് സെർച്ച് വരുന്നത്. അത് കോമ്പറ്റീഷൻ മറ്റേനേക്കാളും കുറച്ചും കൂടെ ഉണ്ട്, മീഡിയാണ്. അതിന് 37 മുതൽ 156 രൂപ വരെയാണ് അതിന്റെ ബിഡിങ് കോസ്റ്റ് വന്നിട്ടുള്ളത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് 10 to 100, അതുപോലെ ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് 10 to 100, SEOക്ക് 100 മുതൽ 1000 വരെ, അതുപോലെ SEMന് 10 മുതൽ 100 വരെ, വാട്സപ്പ് മാർക്കറ്റിങ്ങിന് 10 മുതൽ 100 വരെ. ഇത്രയും കീവേഡ്സ് ആണ് ഇപ്പൊ ഞാൻ കൊടുത്തത്. അതിന്റെ ഡീറ്റെയിൽ ആണ് ഈ കാണിക്കുന്നത്. ഇത് നമുക്ക് ഇനി ഫിൽട്ടർ ചെയ്തിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും കേട്ടോ. ഇനി ഈ ഒരു സംഭവത്തിന്റെ താഴെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ് ഐഡിയാസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇത് ഗൂഗിള് നമുക്ക് ഇതിനോട് സജസ്റ്റ് ചെയ്ത് തരുന്ന കുറച്ച് കീവേഡ്സ് ആണ്. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി 10 മുതൽ 100 ക്ലിക്ക്, ലോ കോമ്പറ്റീഷൻ ആണ്. അതിന് 10 രൂപ മുതൽ 78 രൂപയ്ക്ക് വരെ ബിഡ് ചെയ്തിട്ടുണ്ട്. SEO സർവീസ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി. പിന്നെ SMMA എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. SMMA സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസിനായിരിക്കും അല്ലെ. SEO മാർക്കറ്റിംഗ് ഉണ്ട്, SEO ഏജൻസി, ഗൂഗിൾ SEO കമ്പനി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി, SEO ഒപ്റ്റിമൈസേഷന്, സോഷ്യൽ മീഡിയ ഏജൻസി, ബാക്ക് ലിങ്ക്സ്, ഓൺലൈൻ അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതുപോലെ SEO സ്പെഷ്യലിസ്റ്റ്, ഗൂഗിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എസ്മിറാഷ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. അതിന്റെ പ്രൈസിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഉപയോഗിക്കുന്ന ടൂളാണ്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്, സർഫ് SEO, സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്. ഇങ്ങനെ ഒരുപാട് ഇതുമായി റിലേറ്റ് ചെയ്ത് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നിയർ മീ. ഇപ്പൊ ആളുകൾ അങ്ങനെയൊക്കെയാണ് അടിക്കുക. അപ്പൊ നമുക്ക് ഒരു ഷോപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മൊബൈൽ ഷോപ്പ് ആണെങ്കിൽ നിയറസ്റ്റ് മൊബൈൽ സർവീസ് സെന്റർ എന്തൊക്കെയാണ് ആളുകൾ അടിക്കുക. ആളുകൾക്ക് ഇപ്പൊ ഏത് ഷോപ്പാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഇത് അടിക്കുന്ന സമയത്ത്, ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒരു പേജിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു 2-3 നമ്മളത് എന്ത് വേണം വരണം. എന്നാലേ നമ്മൾ വിജയിക്കുള്ളൂ. എന്നാലേ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള കസ്റ്റമർ എൻക്വയറി വരുള്ളൂ. നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു വീക്കിൽ എന്ത് ചെയ്യും, അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറി കാൾസും കാര്യങ്ങളും വരും. ലോക്കൽ SEO, അതുപോലെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി, ഇങ്ങനെ ഒരുപാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് കീവേഡ്സ് കാണാൻ പറ്റും നമുക്ക്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇത് അത്യാവശ്യം ബിഡ് ചെയ്യുന്ന കീവേഡാണ്. ഇതിനും സെർച്ച് വോളിയം കുറവാണ്. ഇതിൽ നമുക്ക് സെർച്ച് വോളിയം ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഫിൽട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെർച്ച് വോളിയം ഉള്ളത് ഫിൽട്ടർ ചെയ്ത് വരും. ഏറ്റവും കൂടുതൽ സെർച്ച് വോളിയം ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് SEO, പിന്നെ ഗൂഗിൾ ഗാരേജ്, പിന്നെ വരുന്നത് മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓരോ കീവേഡ്സ് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് കീവേഡ് അനലൈസിങ് ടൂള്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ കീവേഡ് ഐഡിയാസ്, ഇത് ഐഡിയാസ് ആണ്. ഇതിൽ നമുക്ക് വേണ്ടത് എന്ത് ചെയ്യാ, ഇത് ടിക്കറ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഡേറ്റ് കൊടുക്കട്ടെ, അത് ഏത് മാസത്തെ. ഇതിപ്പോ ഞാൻ
ലാസ്റ്റ് 12 മാസമൊക്കെ ഒരു വർഷത്താണ് നോക്കിയിട്ടുള്ളത്. ഇനി ഓൾന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാ വർഷത്തും ടോട്ടൽ കാണിക്കും. അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ഒരു 12 മാസത്തെ അല്ലെങ്കിൽ നിയറസ്റ്റ് മാസങ്ങളത് മതി. അതുകൊണ്ടാണ് മാറ്റാത്തത്. നിങ്ങൾക്ക് ഇത് മാറ്റം വരുത്തിക്കാണ്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതിനോട് കൂടെ തന്നെ മീഡിയ ഏജൻസി, അതുപോലെ ബ്രാൻഡ് ആക്ടിവേഷൻ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ട്രെയിനിങ്, ബിസിനസ് ട്രെയിനിങ്, ഒന്നും കൂടെ എന്ത് ചെയ്യണം കൊടുക്കാണ്. അപ്പൊ അതില് ഏറ്റവും ഹൈ ഉള്ളത് ഫ്രണ്ടൊക്കെ എടുത്തു. ഇനി ഈ കീവേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യുക. ഒന്നെങ്കിൽ കോപ്പി എടുക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡൗൺലോഡ് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഗൂഗിൾ ഷീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ അതിന്റെ പേര് കൊടുത്താട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കീവേഡ് ആയതുകൊണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഇമെയിലിന്റെ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഗൂഗിൾ ഡ്രൈവ് ഒക്കെ കീവേഡ് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. ഇനി നമുക്ക് ഇവിടെ ലൊക്കേഷൻ ഇപ്പൊ നമ്മൾ കൊടുത്തത് മലപ്പുറം ടൗണ് മാത്രമാണ്. അപ്പൊ കൊടുത്തിട്ടുള്ള മലപ്പുറം ടൗണ് മാത്രമാണ്. ഇത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഒന്നും കൂടെ വൈഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. മലപ്പുറം ഡിസ്ട്രിക്ട് കിട്ടുമെന്ന് അറിയാം, നോക്കാം. കേരള, ഓൾ കേരള എന്നുള്ള ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സംഭവം തന്നെ കീബോർഡ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഓളിയാണ് 10,000 മുതൽ 1,00,000 വരെ. 10,000 മുതൽ 1,00,000 വരെ ഈ പറഞ്ഞ കീബോർഡിന്റെ ഒക്കെ ഓളിയം. മറ്റേ മലപ്പുറത്ത് നിന്ന് മാത്രം കേട്ടോ. മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു 2-3 കിലോമീറ്റർ മലപ്പുറം ടൗണ് മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പൊ കേരളത്തില് ഇപ്പോ ഈ ഒരു കീവേഡിന് 10,000 മുതൽ 1,00,000 വരെ ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ഓരോരുത്തരുടെ ബിസിനസ്സിലും നമ്മളെ പ്രൊഡക്റ്റോ സർവീസോ ബേസ് ചെയ്തിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് എത്ര ആളുകൾ ഇത് സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഇതിന്റെ 1% നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. ഇത് 1% മതി. ആലോചിച്ച് നോക്കി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യാറാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നൊക്കെ സെർച്ച് ചെയ്യുക ഏറ്റവും കൂടുതലും ചെയ്യുന്നത് ആവശ്യക്കാരായ ജെന്യൂൻ ഓർഗാനിക് ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു 1,000 മുതൽ 10,000 വരെ ആളുകൾ, അല്ലെങ്കിൽ 10,000 മുതൽ 1,00,000 വരെ ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ 1% നമുക്ക് ഒരു മാസം ചെയ്താൽ മതി, കിട്ടിയാൽ മതി. 1,00,000 ഒന്നും വേണ്ട. ആ 10,000 ആൾക്കാരിൽ നിന്ന് 1,000 ആൾക്കാരെ നമുക്കൊരു മാസം അതിന്റെ 1% നമുക്ക് 1,00,000 ആൾക്കാരിൽ നിന്ന് 1%, ആ 1,000 ആളുകൾ നമുക്ക് എൻക്വയറി ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ എന്തായാലും നല്ലൊരു ശതമാനം നമുക്ക് കൺവേർട്ട് ആവും. കാരണം അത് ഓർഗാനിക് ആണ്, ജെന്യൂൻ ആണ്. ആ ആളുകൾക്ക് നമ്മുടെ സെയിൽസ് പ്രൊഡക്റ്റോ നമ്മുടെ സർവീസോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, വിജയിച്ചു. അപ്പൊ അതാണ് കീവേഡിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് നെഗറ്റീവ് കീവേഡ്സ്, സേവ്ഡ് കീവേഡ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് സേവ് ചെയ്യാനൊക്കെ പറ്റും. സേവ് ചെയ്ത് വെച്ചാൽ ഇത് അവിടെ ഉണ്ടാവും. നമുക്കിത് ഓരോ ഗ്രൂപ്പ് ആക്കി തിരിക്കുക. അങ്ങനെ ഇത് കുറെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതില്. ഇതിലിപ്പോ നമുക്ക് എക്സ്ക്ലൂഡ് അഡോൾട്ട് ഐഡിയാസ് ഒഴിവാക്കാൻ, ഇപ്പൊ എന്തെങ്കിലും കാറ്റഗറി നമുക്ക് നമ്മളെ കീവേഡുമായി റിലേറ്റ് ചെയ്ത എന്നാൽ നമ്മളെ ബിസിനസ് അല്ലാത്ത, അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് അല്ലാത്ത ചില വേർഡ്സോ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാ, എക്സ്ക്ലൂഡ് ചെയ്യുക. അതുപോലെ നെഗറ്റീവ് കീവേഡ്സ് ഉണ്ടാവും. ഇപ്പോ എന്താ
നെഗറ്റീവ് കീവേഡ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളെ ബിസിനസ് ഇപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താ കോഴ്സ് ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കീവേഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് സെർച്ച് ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ആഡ് കാണും, അല്ലെങ്കിൽ നമ്മളുടെ ആ കീവേഡ് നമ്മൾ റാങ്ക് ആക്കുക. അപ്പൊ നമുക്കിപ്പോ ഇവിടെ കോഴ്സിന്റെ വേണ്ടെങ്കിൽ എനിക്ക് എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നുള്ള നെഗറ്റീവിൽ കൊടുത്തു കഴിഞ്ഞാൽ കോഴ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കീവേഡ്സ് എന്ത് ചെയ്യും, നമുക്ക് നെഗറ്റീവ് ആക്കിയാണ്ട് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിനെ ഓരോ കാറ്റഗറി ആക്കാൻ പറ്റും. ഇതാണ് എസ്ഇഒക്ക് മാത്രമല്ല, ഗൂഗിളിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഈ കീവേഡ് വേണം. കാരണം നമ്മൾ ഈ കീവേഡ് സെലക്ട് ചെയ്തിട്ട് ഈ കീവേഡിനാണ് ക്യാമ്പയിൻ ചെയ്യുക. അപ്പൊ നെഗറ്റീവ് ആയ കീവേഡിൽ നമ്മളെ ആഡ് കാണിക്കുമ്പോൾ അതിൽ ക്ലിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ക്യാഷ് പോകും. ക്യാഷ് പോവാതിരിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കീവേഡ് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ കീവേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓരോ കാറ്റഗറി നമ്മൾ സെർച്ച് ചെയ്ത് വെച്ച കീവേഡിനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. കീവേഡ് നമ്മൾ സേവ് ചെയ്ത് കണ്ട് ഓരോ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ടാർഗറ്റഡ് കീവേഡ്സ് എന്ത് ചെയ്യാം, നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ തന്നെ വരുന്നുണ്ട്. ഫിൽറ്ററിങ് വരുന്നുണ്ട്. ഇനിയിപ്പം ഇവിടെ ആഡ് ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കീവേഡ് കോമ്പറ്റീഷൻ ബേസ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്യുക. ആഡ് ഇംപ്രഷൻ, ആഡ് ആളുകൾ എത്ര ആളുകൾ കാണിക്കും നോക്കിയിട്ട് ചെയ്യുക. ടോപ്പ് പേജ് ഓഫ് ബിഡ് കുറഞ്ഞത് എന്ത് ചെയ്യുക, നമുക്ക് മുകളിൽ കാണിക്കാം. കോമ്പറ്റീഷൻ കുറഞ്ഞത് നമുക്ക് എടുത്ത് വെക്കാം. അതുപോലെ എക്സ്ക്ലൂഡ് കീവേഡ് ഒഴിവാക്കുക, എക്സ്ക്ലൂഡ് ചെയ്യാൻ കീവേഡ്സ്. ചില കീവേഡ്സ് നമുക്ക് ഒഴിവാക്കാനാണ്, അത് സെപ്പറേറ്റ് നമുക്ക് മാറ്റി വെക്കാം. എക്സ്ക്ലൂഡ് കീവേഡ് ഇൻ മൈ പ്ലാൻ, നമ്മുടെ പ്ലാൻ മാറ്റി എക്സ്ക്ലൂഡ് ചെയ്ത് സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കി ചേർക്കാം. കോമ്പറ്റീഷൻ ഇൻഡെക്സ്ഡ് വാല്യൂസ്, ഓർഗാനിക് ആവറേജ് പൊസിഷനിങ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ എത്രണ്ണം ഏതൊക്കെ രീതിയിലാണെന്നുള്ള ഫിൽട്ടർ ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഈ കീവേഡിന്റെ കൗണ്ടുകൾ എന്തടച്ചു കഴിഞ്ഞാൽ ടോട്ടൽ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ 5344 കീവേഡാണ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഐഡിയാസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിവിടെ ഒരു 100 കാണിക്കുക. പിന്നെ ഇനി 500 കാണിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ 500 കൊടുത്താൽ മതി. താഴത്തേക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത ആളുകൾ സെർച്ച് ചെയ്യുന്ന വേർഡ്സ് ആണ് ഈ ബന്ധമൊക്കെ. ഇതിലൊക്കെ എന്തുണ്ടാവും, താഴത്തെ എത്തുമ്പോൾ 10 മുതൽ 100 ആൾക്കാരൊക്കെ ഒരു മാസം സെർച്ച് ചെയ്യുന്നുള്ളൂ കേരളത്തില്. ഇന്റർനാഷണൽ എസ്ഇഒ ഏജൻസി എന്നൊക്കെ 10 മുതൽ 100 ആൾക്കാർ വരെയാണ്. മിനിമം എന്തായാലും 10 ആൾക്കാർ എന്തായാലും സെർച്ച് ചെയ്യും. മാക്സിമം 100 വരെയാണ് ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുള്ളത് ഒരു മാസത്തില് കേരളത്തില്. ഇപ്പൊ ഇതുപോലെ ആവശ്യമില്ലാത്ത കീവേഡ് ഉണ്ടാവും, നല്ല ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡ് ഉണ്ടാവും. ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനിങ്, ഇതൊക്കെ ശരിക്കും ഒരു ഏജൻസി ഇതുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്യുന്ന ആൾക്കാരൊക്കെ അടിക്കുന്ന കീവേഡാണ്. ഇത് ശരിക്കും ഇപ്പൊ നമുക്ക് ഒരു ഏജൻസിനെ സംബന്ധിച്ചോ ഒരു കോഴ്സ് എടുക്കുന്നവരെ സംബന്ധിച്ചോ ഇത് ഇപ്പൊ ആവശ്യം ഉണ്ടാവില്ല. ഒരു ഏജൻസിനെ സംബന്ധിച്ച് ഒരിക്കലും ആവശ്യമില്ല. അപ്പൊ ഇത് നെഗറ്റീവ് കീവേഡാണ്. ഏജൻസിനെ സംബന്ധിച്ച്, ഒരു ഫ്രീലാൻസറെ സംബന്ധിച്ച് നെഗറ്റീവ് കീവേഡാണ്. അപ്പോ അങ്ങനെ നമുക്ക് തരംതിരിക്കാനും അത് ഫിൽട്ടർ ചെയ്യാന്, അതുപോലെ തന്നെ അതിന് ലാംഗ്വേജ് മാറ്റാൻ. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് എടുത്തത്, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മലയാളം കൊടുക്കാം. മലയാളത്തിൽ ഇതേ ബേസ് ചെയ്തിട്ടുള്ള കീവേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് ഞാൻ എടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ സെർച്ചിങ് കീവേഡ്സിൽ ഇത് മാറ്റി കൊടുക്കണം. ഇവിടെ മലയാളത്തിൽ കൊടുക്കുക. ഇപ്പോ ഗൂഗിൾ എഴുത്തില് പോവുക, മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് സെർച്ച് ചെയ്തു. എന്നിട്ട് മലയാളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കീവേഡാണ് കേട്ടോ കാണാൻ നമുക്ക് പറ്റും. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് 10 മുതൽ 100 വരെ ആൾക്കാർ എന്ത് ചെയ്യേണ്ടത്, ഒരു മാസം കേരളത്തിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതാണ്. 10 മുതൽ 100 ആളുകൾ വരെയാണ് മലയാളത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്യുന്നുള്ളൂ. ഇതേ രൂപത്തിൽ നമുക്ക് ഏത് ലാംഗ്വേജും എന്ത് ചെയ്യാം, കൊടുക്കാം. ഇപ്പൊ നമ്മള് ഇപ്പൊ സൗദിയിലോ UAE-ലൊക്കെയാണ് നമ്മള് വെബ്സൈറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ ഓഡിയൻസിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അറബിക് കീവേഡ്സ് ഉണ്ടാവും. അറബിക്ക് കൊടുത്തിട്ട് അറബിയിലെ കീവേഡ്സും കൂടെ നമുക്ക് അറിയണം കേട്ടോ. അറബിയിലെ വേർഡ്സും കൂടെ നമുക്ക് അറിയണം, എന്നാലും നടക്കുള്ളൂ. അറബിക് കീവേഡ്സ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക, സെർച്ച് ചെയ്യുക. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല്
നമുക്ക് അറിയുന്ന നമ്മളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ അറിയപ്പെട്ട പല വെബ്സൈറ്റുകൾ ഉണ്ടാവും. ഇപ്പൊ ആ വെബ്സൈറ്റുകളിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്യും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന കൊച്ചി കേരള ബേസ് ചെയ്തിട്ടാണ് ഒരു വെബ്സൈറ്റ് ആണ് എന്ത് ഇൻവെസ്റ്റോപീഡിയ. വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവരിതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കീവേഡ് ഇവരിതിൽ റാങ്ക്ഡ് ആണ്. അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ കാണിച്ചിരുന്നു. ഇത് പെയ്ഡ് ആണെങ്കിൽ ഇവിടെ ആഡ് എന്നത് കാണാൻ പറ്റും. ഇത് കീവേഡ് ഇവരിതിൽ റാങ്ക്ഡ് ആണ്. അതുപോലെ മെയിൽഷിപ്പ് എന്ന് പറഞ്ഞ കമ്പനി, അപ്സ്പോട്ട് എന്ന് പറഞ്ഞ കമ്പനി, ഇതിലൊക്കെ എന്താണ് ഈ കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന വേർഡ് റാങ്ക്ഡ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് ഇവര് ഫ്രണ്ടിൽ വരുന്നത്. ഓക്കെ, ഈ നമ്മളെ സംബന്ധിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേരള എന്ന് കൊടുത്തു നോക്കുകയാണെങ്കിൽ സ്പൈഡർ വർക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണെന്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേരള എന്നുള്ള കീവേഡ് റാങ്ക്ഡ് ആയ ടീം. സ്പൈഡർ വർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ കൊച്ചി കേരള, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേരള ഏജൻസി ഇൻ കൊച്ചി കേരള. ഈ കീവേഡ് ഇവരിൽ റാങ്ക്ഡ് ആണ്. അപ്പൊ ഇവരത് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കമ്പനി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരെ വെബ്സൈറ്റ് എടുക്കുക. ഇവരെ കമ്പനി ഇവിടെ നോക്കാം നമുക്ക്. കാക്കനാട് കൊച്ചി. അപ്പൊ ഇവരെ വെബ്സൈറ്റ് നമ്മൾ കോപ്പി ഇട്ടതോ, കാരണം ഇവർ SEO അത്യാവശ്യം ചെയ്ത് ആ കീവേഡ് അവർക്ക് റാങ്ക്ഡ് ആയത്. ഈ കേരള ബേസ് ചെയ്തൊക്കെ ഒരു കീവേഡ് റാങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പണിയുണ്ട്. കാരണം നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ അതില് കുറെ കാലം ചെയ്തിട്ട് അങ്ങനെ ആവുള്ളൂ. അപ്പൊ ഈ കീവേഡ് എടുത്തു. ഈ കീവേഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ പോയിട്ട് ഇവിടെ വെബ്സൈറ്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കൊടുക്കുക. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേരള എന്നുള്ളൊരു വേർഡ് കൊടുത്തു. എന്നിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലുള്ള കീവേഡ്സ് ഉണ്ട് കേട്ടോ. സോറി, ഇവിടെ അറബിക്ക കൊടുത്തിട്ടുള്ളത്, മാറ്റണം, അല്ലെങ്കിൽ പറയോ. ഇപ്പൊ അവരെ വെബ്സൈറ്റിലുള്ള കീവേഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേരള എന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി, ഓൺലൈൻ മാർക്കറ്റിംഗ് ഏജൻസി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി നിയർ മീ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ്, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നിയർ മീ, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി, ടോപ്പ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്. ശ്രദ്ധിച്ചോ, നമ്മൾ നേരത്തെ അടിച്ച പോലെയല്ല. ഇത് ഇവരെ സൈറ്റിൽ ഇവർ കൊടുത്ത കീവേഡ്സ് ആണ്. അതാണ് ഇങ്ങനെ. അപ്പൊ എല്ലാ സർവീസും നിയർ മീ ആളുകൾ പൊതുവെ സെർച്ച് ചെയ്യുന്ന കീവേഡാ. അത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കോമ്പറ്റീഷൻ നോക്കിയോടെ കാണാൻ പറ്റും. ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി നിയർ മീ 100 മുതൽ 1000 വരെ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. ബിഡിംഗ് റേറ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റ് സർവീസ് ഏജൻസി, അങ്ങനെ ഇവരെ ബേസ് ചെയ്തിട്ടുള്ള ഇവരെ വെബ്സൈറ്റ് ഇവർ കൊടുത്ത കീവേഡ്സ് ആണ് ഈ കാണുന്നതൊക്കെ. അല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒന്നും പറയാത്തപ്പോ എനിക്ക് എന്താണ് ഒരു ഡൗട്ടാണ്. ഇത് സൗണ്ട് കേൾക്കണ്ട്. അപ്പൊ ഇതിപ്പോ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്റെ ഫീൽഡ് ആയതുകൊണ്ട് പറയാട്ടോ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളെ ബിസിനസ്സും നിങ്ങളെ പ്രൊഡക്റ്റോ നിങ്ങളെ സർവീസോ നിങ്ങളെ ബ്രാൻഡിങ്ങോ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇതേപോലെ എന്തുണ്ടാവും, ഡാറ്റാസ് കിട്ടും. ഈ ഡാറ്റനെ അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ തീരുമാനങ്ങളും ഓരോ മാറ്റങ്ങളും നമുക്ക് വരുത്താനുള്ളത്. കന്നി വരാൻ പോകുന്ന വേൾഡ് തന്നെ കംപ്ലീറ്റ് ഡാറ്റയാണ്. ഇനിയിപ്പോ ഈ വെബ്സൈറ്റില് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ചില സൈറ്റ് ഇപ്പം വേർഡ് പ്രസ് അല്ലാത്ത സൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വ്യൂ പേജ് സോഴ്സ് എന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ കീവേഡ് കാണാൻ പറ്റും. ഇത് ആ കമ്പനിക്കാരെ കീവേഡ് ഉണ്ടാവും. മെറ്റ നെയിം കീവേഡ്സ് ഇവിടെ ഉണ്ടാവും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി കേരള, നമ്മളെ സെർച്ചിൽ കാണിച്ച അതേ കീവേഡ് ഇവിടെ കാണാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി കേരള, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേരള, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ കേരള, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കേരള. നമ്മൾ അവിടെ കണ്ട എല്ലാ കീവേഡ്സും ഇതാ ഇവിടെ വരിക്ക് നമുക്ക് കാണാൻ പറ്റും. ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, അങ്ങനെ തുടങ്ങിയിട്ട് അവർ കൊടുത്ത കീവേഡ്സ് ആണിത്. അവരെ മെറ്റ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സംഭവമാണ് ഈ ഫസ്റ്റ് കാണിക്കുന്നത്.
അവരെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണുന്നത് ഈ ഒരു വേർഡ്സിലായിരിക്കും. പിന്നെ അതുപോലെ കീവേഡ്സ്, പിന്നെ പ്രോപ്പർട്ടീസിൽ അവരെ ടൈറ്റില് കാര്യങ്ങള്, മറ്റേ പ്രോപ്പർട്ടി ഡോക്യുമെന്റേഷൻ. അപ്പൊ ഈ ഒരു കീവേഡാണ് ഇപ്പൊ ഇവരെ കൊടുത്തിട്ടുള്ള മെയിൻ കീവേഡ്സ് എന്ന് പറയുന്നത്. ഉം. ഇതേപോലെ നിങ്ങൾക്ക് ഏതൊരു സൈറ്റ് എടുത്താലും എന്ത് ചെയ്യും, ഇപ്പൊ നമുക്ക് ഇപ്പൊ മലപ്പുറം ബേസ് ചെയ്തിട്ട് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മലപ്പുറം നിറച്ചു കഴിഞ്ഞാല് ഒന്ന് വരുന്നത് ജസ്റ്റ് ഡയലാണ്. ജസ്റ്റ് ഡയൽ എന്തായാലും അവര് എന്ന് പറഞ്ഞാല് കൊല്ലക്കണക്കിന് കാലമായിട്ട് എല്ലാ കാറ്റഗറിയിലും SEO ചെയ്തിട്ട് റാങ്ക് ചെയ്തിട്ട് അത് ബിസിനസ് ആക്കിയ ആൾക്കാരാണ് ജസ്റ്റ് ഡയൽ. അതുകൊണ്ടാണ് നമ്മുടെ സർവീസ് ഒക്കെ അവരിലിട്ട് കഴിഞ്ഞ സെർച്ചിൽ പെട്ടെന്ന് വരുന്നത് കേട്ടോ. സ്പെഷ്യാലിറ്റി മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ മലപ്പുറം, ഷാനിബ. ഇത് ഓരോ കുട്ടികൾ പഠിക്കുക, കോഴ്സ് കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് അവരെ ഒരു വെബ്സൈറ്റ്, പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ എന്ത് ചെയ്യുന്നതാണ്, ഈ കീവേഡ് അവരതിയിൽ കൊടുക്കുന്നതാണ്. അതുപോലെ സ്കിൽസ് ഹബ് എന്ന് പറഞ്ഞ കോട്ടക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണിത്. മാർക്കറ്റിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മലപ്പുറം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മലപ്പുറം SEO. അപ്പൊ ഇതേ രൂപത്തിൽ നമ്മുടെ സർവീസോ നമ്മളെ ബിസിനസ്സോ നമുക്ക് വേണ്ട ലൊക്കേഷനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടണം. അത് കിട്ടണമെങ്കിൽ ആ കീവേഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ട കീവേഡ്സിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ കീവേഡ് പ്ലാനർ ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള നമ്മളെ ആപ്റ്റായ നമ്മളെ ഇതിൽ ഒരുപാട് കീവേഡ്, ഈ എല്ലാ കീവേഡും കൂടെ നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് പ്രധാനപ്പെട്ട സെർച്ച് വോളിയം, ഇതാണ് നമുക്ക് നോക്കാനുള്ള സംഭവം. മന്ത്ലി ആവറേജ് സെർച്ച് വോളിയം, മന്ത്ലി ആവറേജ് നമുക്ക് എത്ര സെർച്ച് ചെയ്യും നമ്മളെ കീവേഡ് എന്ന് നോക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതലുള്ള ഇത് നമ്മൾ തെരഞ്ഞെടുക്കും. ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള, ഇപ്പൊ ഇതിന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള കീവേഡ്സ് എന്ത് ചെയ്യും, മുകളിൽ കാണിച്ചു തരും. ഇതിന് ക്ലിക്ക് ചെയ്താൽ വേണ്ടോ, 10 മുതൽ 10,000 മുതൽ 1,00,000 വരെയാണ് ഈ കീവേഡ്. ഇത് നമുക്ക് ടിക്കിടാ. പിന്നെ അടുത്തത് ഇത് നമുക്ക് ടിക്കിടാ. ഇത് നമുക്ക് ടിക്കിടാ. ഇത് നമുക്ക് ടിക്കിടാ. അപ്പൊ ഇതിൽ ഈ 1000 മുതൽ 10,000 വരെയുള്ള കീവേഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ളതായിരിക്കും. കോമ്പറ്റീഷൻ ഇവിടെ നോക്കിയാൽ മതി, കോമ്പറ്റീഷൻ ഇവിടെ ലോ ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന കീവേഡ് എന്ന് പറഞ്ഞാല് സെർച്ച് വോളിയം കൂടിയതും കോമ്പറ്റീഷൻ ലോ ഉള്ളതുമാണ് നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത്. അതായിരിക്കും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക. കോമ്പറ്റീഷൻ ഹൈ ഉള്ളത് നമ്മൾ കാലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, പോലെ കവർ ചെയ്ത് വരാനേ പറ്റുള്ളൂ. കാരണം അതേ കീവേഡ് ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ കോമ്പറ്റീഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ലോ കോമ്പറ്റീഷനും ഹൈ സെർച്ച് വോളിയം ഉള്ളതുമാണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, ആവശ്യമുള്ളത് ഇങ്ങനെ മാർക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് കീവേഡ് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോ 10,000 മുതൽ 1000 മുതൽ 10,000 വരെ ഉള്ളതാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത്. 1000 മുതൽ 10,000 വരെ ഉള്ളതും 10,000 മുതൽ 1,00,000 വരെയുള്ള കീവേഡ്സും ഇത് ഞാൻ എടുത്തു, അത് കോപ്പി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാ, നമുക്ക് ChatGPTക്ക് പോവാം. ഇപ്പൊ സ്ക്രീന് കാണുന്നുണ്ടോ? ഞാൻ അവിടുന്ന് കുറച്ച് കീവേഡ്സ് എടുത്തു. എന്നിട്ട് ChatGPTക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പറയുന്നത് please analyze നമ്മളെ രീതിക്ക് പറയട്ടെ. പ്ലീസ് അനലൈസ് ദീസ് കീവേഡ്സ് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മളെടുത്ത കീവേഡ്സ് കൊടുക്കണം. അപ്പൊ അത് ChatGPT കൊണ്ട് ഒന്ന് അനലൈസ് ചെയ്യിപ്പിക്കണം അവിടെ ചെയ്യേണ്ടത്. അപ്പൊ ആ ഓരോ കീവേഡിനെ കുറിച്ചും എന്ത് ചെയ്യും, ChatGPT ഇവിടെ കാണിക്കും ആ കീവേഡിനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ. ഇതിപ്പോ 21 കീവേഡ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് എ കോർ ടേം referring the marketing of products or services using digital technology primarily internet also. അപ്പൊ ഈ രീതിയിൽ നമ്മളെ കീവേഡ്സ് എടുക്കാം.
അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഉം, അപ്പൊ നമുക്ക് ചാറ്റ് ജി പി നോട് ചോദിക്കാം, സജസ്റ്റ് സജസ്റ്റ് ബെറ്റർ. ആദ്യം നമുക്ക് ചാറ്റ് ജി പി നോട് ഒരു ഡിജിറ്റൽ SEO അനലിസ്റ്റ് ആക്കിയാണ് ആക്റ്റീവ് ആക്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് മാർക്കറ്റിംഗ് ആൻഡ് ആദ്യം നമ്മൾ ചാറ്റ് ജി പി നോട് എന്ത് പറയാറോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആയിട്ടൊന്ന് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. അപ്പോൾ ഓഫ് കോഴ്സ് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് SEO എക്സ്പേർട്ട് ഐ ക്യാൻ പ്രൊവൈഡ് ഇൻസൈറ്റ് ആൻഡ് ഗൈഡൻസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ഒരു എക്സ്പേർട്ട് SEO അനലിസ്റ്റിനോട് ചോദിക്കുന്ന രൂപത്തിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ പറയണത്, അപ്പൊ പറഞ്ഞു, പ്ലീസ് സജസ്റ്റ് ബെസ്റ്റ് കീവേഡ്സ് എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് കീവേഡ്സ് ഫോർ മൈ ബിസിനസ്. നമ്മളെ ബിസിനസിന്റെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണ, ഇവിടെ എൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫേമിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. സർവീസ് വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മീഡിയ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് Please suggest the best keyword for my business. ഷാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. അവർ സർവീസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ സർവീസ് എന്തൊക്കെയാണ് ജസ്റ്റ് കൊടുക്കുക. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ആൻഡ് കൺസൾട്ടിംഗ് for online internet marketing services. എന്നിട്ട് മൈ ബെസ്റ്റ് കീവേഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് എടുത്ത കുറച്ച് കീവേഡ്സ് പ്ലീസ് സജസ്റ്റ്, പ്ലീസ് അനലൈസ് ആൻഡ് സജസ്റ്റ് കൊടുക്കുക അല്ലെ. അനലൈസിസ് ആൻഡ് സജസ്റ്റ്. അപ്പൊ നമ്മൾ കൊടുത്ത നമ്മളെ ബിസിനസ്സിനായിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കീവേഡ്സ് അതിനെ കുറിച്ച് ഞാൻ ഒരു അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റിപ്പോർട്ട് നമുക്ക് തരികയാണ്. ബേസ് ദ പ്രൊവൈഡ് ലിസ്റ്റ് ഓഫ് കീവേഡ് ആൻഡ് ബിസിനസ് സർവീസ് അനലൈസ് ആൻഡ് സജസ്റ്റ് ബെസ്റ്റ് കീവേഡ്സ് ഫോർ ഷാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. അപ്പൊ ഇവിടെ ഷാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ദ കീവേഡ് സ്പെസിഫിക് യുവർ ബിസിനസ് നെയിം ആൻഡ് ഷോൾഡ് ഐഡന്റിറ്റി വി ഇൻക്ലൂഡ് ദ ഇംപ്രൂവ് ബ്രാൻഡ് റെക്കഗ്നൈസേഷൻ. അപ്പൊ അവര് പറയുന്നത് നമ്മളെ ബ്രാൻഡ് നെയിം അതിനോട് ചേർക്കണം, കീബോർഡിനോട് ചേർക്കണം എന്നുള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി,
എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഓരോ കീവേഡിനെ കുറിച്ചും പറയും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കൺസൾട്ടന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി കേരള എന്നുള്ളപ്പോ നമ്മൾ കൊടുത്ത കീവേഡ് ബേസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, കുറെ സജഷൻസും കാര്യങ്ങളും തരും. ഓരോ കാറ്റഗറി ഫോക്കസ് ഓൺ ഡിജിറ്റൽ അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഏരിയ ബേസ് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആഡ്സ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് ആഡ്സ് സ്പെസിഫിക് കീവേഡ് ടാർഗറ്റ് ചെയ്യുന്ന ക്ലയന്റ് ഇന്റർനെറ്റ് ആൻഡ് ഡിജിറ്റൽ അഡ്വർടൈസിംഗ് സർവീസ് എന്നുള്ള ബേസ് ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ഏജൻസി. എന്നിട്ട് അങ്ങനെ കുറെ സജഷൻസ് ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ഒരു SEO ഡിജിറ്റൽ മാർക്കറ്റ് എക്സ്പേർട്ട് നമുക്ക് തരുന്ന രീതിയിൽ എന്ത് ചെയ്യും, നമ്മളെ കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സജഷൻസ് നമുക്ക് ഇവിടെ തരികയാണ്, കറക്റ്റ് തരും. അപ്പൊ ഈ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ടഡ് കീവേഡ്സ് ഇൻ ടേബിൾ. നമ്മൾ അതില് സെലക്ട് ചെയ്ത കുറച്ച് കീവേഡ്സ് ടേബിൾ ചെയ്ത് തരാൻ പറയണം. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഡിജിറ്റൽ മാർക്കറ്റ് ഏജൻസി, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സർവീസ്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റ് ഏജൻസി, ഡിജിറ്റൽ മാർക്കറ്റ് സർവീസ്, ട്രെയിനിങ് ആൻഡ് കൺസൾട്ടിംഗ്, ഇന്റർനെറ്റ് മാർക്കറ്റ് സർവീസ്. അപ്പൊ അതൊക്കെ ടോട്ടൽ ബേസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യാണ്, കുറച്ച് കീവേഡ്സ് തരാണ്. ഇനി ഈ കീവേഡ്സിനെ ടേബിൾ ആക്കി തന്നു. ഇനി ഈ കീവേഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിതുപോലെ നമ്മളെ ബിസിനസിന്റെ കീവേഡ്സ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പ്രൊഡക്റ്റ് ബേസ് ചെയ്തും സർവീസ് ബേസ് ചെയ്തും എല്ലാം കൂടി കൂട്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആയി നമുക്ക് എല്ലാം കൂടെ ഒരു 10,000 കീവേഡ് ഒരുമിച്ച് ഡംപ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പൊ അതിൽ തിരഞ്ഞെടുക്കുന്ന കുറച്ച് കീവേഡ്സ്, ഒരു 10, 15, 20 മാക്സിമം നല്ല കുറച്ച് കീവേഡ്സ് ഒക്കെ അതിൽ പ്രൈമറി ആയിട്ടുള്ള ഒരു 4-5 കീവേഡ് ഫോക്കസ് ചെയ്യുക. അതായിരിക്കണം നമ്മൾ ഹൈലൈറ്റ്. എവിടെയും ആ കീവേഡിൽ നമുക്ക് കിട്ടണം. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കീവേഡ് എടുക്കുക. അപ്പൊ നമ്മൾ ഉള്ള കീവേഡ് ഇപ്പൊ എന്ത് ചെയ്തു, ഞാൻ കുറെ 24ഓളം കീവേഡ് കൊടുത്തു, നമ്മളെ കമ്പനിന്റെ ഡീറ്റെയിൽസും സർവീസും കൊടുത്തു. അപ്പൊ അവർ കുറെ സജഷൻസും കാര്യങ്ങളും തന്നു. അത് ബേസ് ചെയ്തിട്ട് റൈറ്റ് ഗുഡ് കീവേഡ്സ് ഇൻ ടേബിളിലാക്കി തരാൻ പറഞ്ഞു. അപ്പൊ അതെന്ത് ചെയ്തു, ഡിജിറ്റൽ മാർക്കറ്റ് ഏജൻസിക്ക് വേണ്ടി ടേബിളിൽ എന്ത് ചെയ്തു, ഒരു കുറച്ച് കീവേഡ്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് അവർ തന്നു. ഇനി ഇത് ബേസ് ചെയ്തിട്ട് റൈറ്റ് ലോങ് ടൈൽ കീവേഡ്, ലോങ് ടൈൽ ആൻഡ് ഇത് ശരിക്കും ഷോർട്ട് ടൈൽ കീവേഡ് എന്ന് പറയും. ലോങ് ടൈം കീവേഡ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ലോങ് ടൈൽ കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കീവേഡാണ്. അപ്പൊ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന വേർഡ് ഉപയോഗിച്ച് വലിയൊരു ഒരു എന്താ വേർഡ്, അതായത് കേരളാസ് നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നുള്ള ഒരു വലിയൊരു വേർഡ്. അപ്പൊ അതില് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന വേർഡ് പെട്ടും ചെയ്തു, എന്നാൽ വലിയൊരു കീവേഡായും ചെയ്തു. അപ്പൊ ആ രീതിയിൽ കീവേഡ് നമുക്ക് കുറച്ച് ഉണ്ടാക്കണം. കാരണം പല ഹെഡിങ്ങുകളും കാര്യങ്ങളും കൊടുക്കുമ്പോൾ റൈറ്റ് ലോങ് ടൈൽ കീവേഡ്സ് യൂസിങ് ദ കീവേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ലോങ് ടൈൽ കീവേഡ്സ് കാണാൻ പറ്റുന്നതാണോ. ഡിജിറ്റൽ മാർക്കറ്റ് ഏജൻസി ഓഫറിംഗ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് സർവീസ്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ഏജൻസി സ്പെഷ്യലൈസിംഗ് ഇൻ PPC അഡ്വർടൈസിംഗ്. ഇതാണ് ലോങ് ടൈൽ കീവേഡ്സ്. ഇത് നമുക്ക് ഉപയോഗിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കീവേഡ് ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. കണ്ടന്റ് അപ്പൊ നമുക്ക് ഡിസ്ക്രിപ്ഷനോ അബൌട്ടോ ബയോ അതൊക്കെ കൊടുക്കാനൊക്കെ ഉള്ള കണ്ടന്റ്. അപ്പൊ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണേ, റൈറ്റ് വെബ്സൈറ്റ് കണ്ടന്റ്, ഞാനൊരു വെബ്സൈറ്റിലേക്കുള്ള കണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കണ്ടന്റ് വേണമെങ്കിൽ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ കണ്ടന്റ് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ബയോ ഉണ്ടാക്കാം, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാം. അപ്പൊ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇതൊക്കെ പറയാൻ കാരണം എന്താ പറയുക, ഇന്നലെ ഗൂഗിൾ ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് സർവീസിനെ കുറിച്ച് കണ്ട് നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറയുന്നു. അപ്പൊ 1000 ക്യാരക്ടറിലൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, റൈറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു കീവേഡ് ഫോക്കസ് ചെയ്തിട്ടാണെങ്കിൽ ആ കീവേഡ് കൊടുത്തിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ലോങ് ടൈൽ കീവേഡ് കുറച്ച് ഉണ്ടാക്കിയിട്ട് അതൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അബൌട്ട്സ് അല്ലെങ്കിൽ ഒരു ബയോ ഒരു 100 ക്യാരക്ടറിലോ അല്ലെങ്കിൽ ഒരു 100 വേർഡിലോ ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കാൻ ChatGPT പറഞ്ഞ ഈ പറഞ്ഞ കീവേഡ് ഇംപ്ലിമെന്റ് ചെയ്ത് ലോങ് ടൈൽ കീവേഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ സാധനം ഉണ്ടായി തരും. അപ്പൊ റൈറ്റ്
വെബ്സൈറ്റ് കണ്ടന്റ് ഫോർ ജസ്റ്റ് ഞാൻ മാർക്കറ്റിംഗ് ഏജൻസി using the keywords. അപ്പൊ നമുക്ക് കണ്ടന്റിൽ അവിടേക്ക് എന്തൊക്കെയാണ് അബൌട്ട്സ് വേണം, അബൌട്ട് സർവീസസ്, ബ്ലോഗ്സ്, കോണ്ടാക്ട്, പോർട്ട്ഫോളിയോ. നമുക്ക് എന്ത് ചെയ്യാം, പേജസ് എന്ന് കൊടുക്കാം. ഇത്രയും പേജസ് ആണ് വേണ്ടത്. ഇനി നമ്മൾ റൈറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിക്ക് ഉള്ളത് എന്ത് ചെയ്യും, ഷാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസ് ചെയ്തിട്ട് വെൽക്കം ഷാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, യുവർ ട്രസ്റ്റഡ് പാർട്ണർ ഇൻ നാവിഗേറ്റിംഗ് ദ ഡൈനാമിക് വേൾഡ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറ്റ് ഷാ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. വി ബിലീവ് ഇൻ ദ പവർ ഓഫ് ഇന്നോവേറ്റീവ്. അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, കണ്ടന്റ് റൈറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മളെ കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇത് കൊടുത്തത് ആ കീവേഡ്സ് ആണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. ലൊക്കേഷനും നമ്മുടെ സർവീസും നമ്മുടെ ഈ കമ്പനീന്റെ ഓണർ ആരാണ്, ഇതിന്റെ എന്താ സിഇഒ അല്ലെങ്കിൽ ഇതിന്റെ ഫൗണ്ടർ ആരാണ്, ഇതിന്റെ ടീം മെമ്പേഴ്സ് ആരൊക്കെയാണ്, ഇവരുടെ ക്ലയൻസ് ആരൊക്കെയാണ്, ഇവര് ഫോക്കസ് ചെയ്യുന്ന ഓഡിയൻസ് ആരാണ്, ഏത് ലൊക്കേഷനാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടും ChatGPT കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ എന്ത് ചെയ്യും, നിങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. അടിപൊളിയായിട്ട് ഇതിനെ കുറിച്ചുള്ള കണ്ടന്റ് കിട്ടിയാണ്ടോ. ഈ രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ആർട്ടിക്കിൾ റൈറ്റ് ആർട്ടിക്കിൾ എന്ന് കൊടുത്താൽ ഈ കീവേഡ് യൂസ് ചെയ്തിട്ട് മുകളിൽ കൊടുത്ത് ഈ കീവേഡ് യൂസ് ചെയ്തിട്ട് ആർട്ടിക്കിൾസ്, പോസ്റ്റ്, കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ ഇത് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ്സിൽ പ്രൊഡക്റ്റിലും സർവീസിലൊക്കെ ഇത് സെറ്റ് ചെയ്ത് കണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. സംഭവം കിട്ടിയോ? കീവേഡ് പ്ലാനറിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. കീവേഡ് പ്ലാനറിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഡൗട്ടായോ? കൺഫ്യൂഷൻ ആയോ? എല്ലാം കൂടെ പറഞ്ഞപ്പോ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. ഞാനും അനലിറ്റിക്സ് ഗുളിക കുടിക്കാണ്, ഞാൻ ഒന്ന് കുടിക്കട്ടെ. എങ്ങനെ? ഹലോ, ഗുളിക കുടിക്കുകയാണെന്ന് ഗുളിക കുടിക്കാണ്ട? ഓക്കെ ഓക്കെ. അതല്ല, ഇപ്പൊ ഈ പറഞ്ഞതല്ല. ദഹിക്കാനും ഗുളിക കുടിക്കാതെ പറഞ്ഞപ്പോ ആകതായിട്ടുണ്ടാവും. ഞാൻ അത്രയും നേരം മ്യൂട്ട് അടിച്ചിന്, അത് പറഞ്ഞപ്പോ മ്യൂട്ട് ഒഴിവാക്കിയത്. കേൾക്കുണ്ടോ ചോദിച്ചപ്പോ ഞാൻ മ്യൂട്ട് ഒഴിവാക്കിയപ്പോ നിങ്ങളെ കേട്ടും ചെയ്തു. അതല്ല, അതെന്താ അറിയോ, ഇത്തരം പറഞ്ഞിട്ട് ദഹിക്കണില്ല, അപ്പൊ ഒന്ന് ദഹിക്കാൻ വേണ്ടി ഗുളിക കുടിക്കുക. അല്ല, ഇത് മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായത് ചെയ്തു നോക്കിയാലേ ഇപ്പൊ കൊറേ ഇതായതുകൊണ്ടേ theoretical അപ്പൊ ഞാനേ ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ടുകണോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഗ്രൂപ്പിൽ കയറിയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. ഇതിനൊരു ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. ആപ്ലിക്കേഷന് ആദ്യം നിങ്ങളൊന്ന് ലിങ്ക് രജിസ്റ്റർ ചെയ്ത് സെറ്റ് ആക്കി, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ പ്രൊഡക്റ്റ് ബിസിനസിനെ കുറിച്ചുള്ള മെയിൻ സർവീസും കാര്യം ബേസ് ചെയ്തുള്ള കുറച്ച് കീവേഡ് അനലൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ കോമ്പറ്റേഴ്സിന്റെ വെബ്സൈറ്റ് അടിച്ചു കൊടുത്താൽ മതി. എന്നാലും നമുക്ക് എന്ത് ചെയ്യും, ഈ കീവേഡ് കിട്ടും. എന്നിട്ട് ഈ കീവേഡ് ഒന്ന് കറക്റ്റ് നോട്ട് ചെയ്താണ് സേവ് ചെയ്തെടുത്തേക്കുക. ആ കീവേഡാണ് നമ്മളെ കോർ സാധനം. കീവേഡ് വെച്ചിട്ട് ഒരു ഇതുണ്ടാക്കില്ലേ, ഒരു പ്രൊഫൈല്. അതിലിപ്പോ കീവേഡ് നിർബന്ധ ഉണ്ടാക്കണമെങ്കിൽ ഏത് പ്രൊഫൈല്? ലാസ്റ്റ് ഒരു ഇതുണ്ടാക്കിയല്ലോ, ലാസ്റ്റ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ChatGPT ഉണ്ടാക്കിയതോ ഇതോ? അതെ അതെ. ഇതിൽ അതിപ്പോ ഈ കീവേഡ് വെച്ചതുകൊണ്ടാണോ വന്നത്? അല്ല, കീവേഡ് വെക്കാതെയും വരും. അപ്പൊ ഓർക്ക് തോന്നിയതാ കൊടുക്കുക. നമുക്ക് ആവശ്യം എന്താണ്, നമ്മളെ കീവേഡ് അതിൽ വരണ്ടേ. ആ കീവേഡൊക്കെ ഇതിൽ വരുന്നുണ്ടോ? അത് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൊണ്ട് ഇതിലെല്ലാ കീവേഡും ഉണ്ടാവും. ഓല് അവിടെ കാണിച്ച എല്ലാ കീവേഡും ഓല് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടേ വന്നിട്ടുണ്ടാവുള്ളൂ.
അതാണ് ഈ ഇതിന്റെ ചാറ്റ് ജി പി ടിന്റെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കാരണം നമ്മൾ യൂസിങ് ദീസ് കീവേഡ് എന്ന് കൊടുത്തുകൊണ്ട് ആ കീവേഡ് എന്തുണ്ടാവും ഇതിൽ വന്നിട്ടുണ്ടാവും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇതൊക്കെ ഇതിന്റെ അടിയിലൊക്കെ വന്നിട്ടുണ്ടാവും. ഉം. ആ കീവേഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കണ്ടന്റ് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുകൊണ്ട് ബെനിഫിറ്റ് ആവുള്ളൂ. കണ്ടന്റ് ചാറ്റ് ജി പി ടി തരും, പക്ഷെ നമ്മളെ കീവേഡ്, നമ്മളെ ബിസിനസ്, നമ്മളെ സർവീസ് ബേസ് ചെയ്തിട്ടുള്ള സാധനം എന്ത് വേണം, നമ്മളെ ഇതിൽ ഇൻക്ലൂഡ് ആവണം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ മോളിലല്ല ഇതല്ലേ ആ വെബ്സൈറ്റ് അതല്ലേ കൊടുത്തപ്പോ ഈ കാണുന്നേ. ആ, 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 ആ. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ കീവേഡ് ഇപ്പൊ ഈ കീവേഡ് ആയിക്കോളാം ജോലി കൊടുക്കുക, അതൊന്ന് മാർക്ക് ചെയ്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇത് ലോങ് ടൈൽ ആണ്. യൂസ് ചെയ്യുമ്പോൾ കീവേഡ് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. കീവേഡ്സ് കൊടുക്കുക, ഈ കീവേഡ്സ് കൊടുക്കുക. അതുപോലെ നമ്മളെ ഫസ്റ്റത്തെ മെയിൻ കീവേഡ്, ഒരു തന്ന കീവേഡ് ഉണ്ടല്ലോ, ലോങ് ടൈൽ അല്ലാത്ത കീവേഡ്, അതൊക്കെ കൊടുക്കുക. നമ്മൾ എത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തോ അപ്പൊ അത്രയും എന്ത് ചെയ്യും, ഉഷാറാക്കിയിട്ട് അവര് തരും. കീവേഡ് കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ സർവീസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കേരള എന്ന് നോക്കാം. അപ്പൊ ഒന്നും കൂടെ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. മലപ്പുറമൊക്കെ വന്നല്ലേ അപ്പൊ. ആ, നമുക്ക് നമ്മൾ എങ്ങനെ കൊടുക്കണോ അങ്ങനെ അത്രയും ഇതൊന്നും അല്ല കേട്ടോ. ഇനി ഇതിനേക്കാളും എന്ത് ചെയ്യണം, ശരിക്കും ഇപ്പൊ നമ്മൾ കൊടുക്കുമ്പോ നമ്മളെ കമ്പനിയെ കുറിച്ച്, അബൌട്ട് നമ്മളെ കമ്പനിയുടെ ഫൗണ്ടറെ കുറിച്ചും എല്ലാ ഡീറ്റെയിലും കൊടുക്കുക. അപ്പൊ അതിലൊക്കെ എന്ത് ചെയ്യും, ഈ കീവേഡ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഇന്ന് അടിപൊളിയാക്കി സാധനം കിട്ടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്ക് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾക്ക് എല്ലാത്തേക്കും നമുക്ക് ഇതുപോലെ കണ്ടന്റ് കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, എന്താ കീവേഡ് പ്ലാനർ പോവുക. കീവേഡ് പ്ലാനർ പോയിട്ട് നമുക്ക് നിങ്ങളെ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത കീവേഡ് അനലൈസ് ചെയ്തിട്ട് ഒരു 10 കീവേഡ് എങ്കിലും എന്ത് ചെയ്യാം, നല്ല അടിപൊളി കീവേഡ്, അതായത് നല്ല സെർച്ച് വോളിയുള്ള കീവേഡ് ഒരു 10 എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്തിട്ട് എടുത്ത് വെക്കുക.